പുൽപ്പള്ളി വലിയ കടുവാപ്പേടിയിലാണുള്ളത്. അവിടെ വനംവകുപ്പ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി തന്നെ പുൽപ്പള്ളി അമരക്കുനിയിൽ രാപ്പകൽ തെരച്ചിൽ നടക്കുകയാണ്. തെരച്ചിലിനായി കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രനെയും വിക്രമനെയും അമരക്കുനിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കടുവാ സാന്നിധ്യം ഉറപ്പായതോടെ മൂന്നാമത്തെ കൂടും സ്ഥാപിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് രാവിലെ എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 സംഘങ്ങളായി തിരിഞ്ഞ് അമരക്കുനി അരിച്ചുപെറുക്കി. കവലയിലെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ കടുവാ സാന്നിധ്യത്തിന്റെ സൂചനകൾ നൽകുന്ന കാഷ്ടം അടക്കമുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. ഇവിടെ മൂന്നാമത്തെ കൂട് സ്ഥാപിച്ചു. നേരത്തെ 2 ആടുകളെ കൊന്നിട്ട സ്ഥലത്ത് സ്ഥാപിച്ച കൂടുകളും സ്ഥാനം മാറ്റി. ഒപ്പം ക്യാമറ ട്രാപ്പുകളും നിരീക്ഷണ ക്യാമറകളും. വിക്രം, സുരേന്ദ്രൻ തുടങ്ങിയ കുങ്കിയാനകൾ അമരക്കുനിയിലേക്കെത്തി. നാളെ രാവിലെ തെരച്ചിലിന് ഇവയെ ഉപയോഗിക്കും. കുങ്കി പെട്രോളിംഗ് നാളെ ആരംഭിക്കുന്നതാണ്. അതുകൂടാതെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും നമ്മൾ രാത്രികാലത്ത് നടത്തുന്നതാണ്. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞതാണ് അമരക്കുനി. കടുവ ഇറങ്ങിയതോടെ കാപ്പി പറിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ് നാട്ടുകാർ. വനം വകുപ്പിന്റെ ദൗത്യം വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് സ്വസ്ഥമായ ജീവിതം വീണ്ടെടുക്കാൻ കഴിയൂ. കടുവ അവസാനം ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയത് 2 ദിവസം മുമ്പാണ്. ഇന്ന് നൈറ്റ് പട്രോളിംഗും തെർമൽ ഡ്രോൺ നിരീക്ഷണവും തുടരും. 3 കൂടുകളിൽ ഒന്നിൽ കടുവ വീഴും എന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. ഒപ്പം നാട്ടുകാരുടെയും. അമരക്കുനിയിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, 24.